അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷാവസ്ഥയ്ക്ക് ഇപ്പോഴും ശമനമില്ല. എപ്പോൾ വേണമെങ്കിലും യുദ്ധം സംഭവിക്കാമെന്നുള്ള രീതിയിലാണ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമാധാനപരമായ നീക്കം ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിൽ നിന്നുണ്ടാകുമോ? സാധ്യത വളരെ കുറവാണ്. അതായത് അമേരിക്കയിലെ ഏറ്റവും ആദരണീയമായ മാധ്യമം ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ദിവസങ്ങൾക്കകം യുദ്ധം പൊട്ടിപ്പുറപ്പെടും. യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു മാത്രമല്ല, അത് ഉടനെ ഒന്നും അവസാനിക്കില്ല, ആഴ്ചകൾ അത് നീണ്ടു നിൽക്കുകയും ചെയ്യും എന്നാണ്. അപ്പോൾ അവർ ഇസ്രയേലി മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ മുൻ മേധാവി അമോസ് യാദ്ലിനെ ഉദ്ധരിച്ചിട്ടുണ്ട്. അമോസ് യാദ്ലിൻ പറയുന്നത് സംഘർഷ സാധ്യത വളരെ കൂടിയിരിക്കുകയാണ്. അമോസ് യാദ്ലിൻ തന്നെ ഈ ഇസ്രയേൽ ചാനൽ 12 അതിൽ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഞാൻ മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ ഈ വാരാന്ത്യമാണെങ്കിൽ, ഈ വെള്ളി ശനി ഒക്കെ ആണെങ്കിൽ ഞാൻ അതിന് ധൈര്യപ്പെടില്ല. ഞാൻ ഇസ്രയേലിൽ തന്നെ നിൽക്കുകയുള്ളൂ. ഇസ്രയേൽ വിടാൻ ഇപ്പോൾ തയ്യാറല്ല. കാരണം ഈ വാരാന്ത്യം ആവുമ്പോൾ ഇതായിരിക്കില്ല ആഗോളതലത്തിലെ കാലാവസ്ഥ എന്നാണ് ഇസ്രയേലിൻ്റെ മിലിറ്ററി ഇൻ്റലിജൻസ് മുൻ മേധാവി അമോസ് യാദ്ലിൻ പറയുന്നത്. വേണമെങ്കിൽ ഈ ആഴ്ച ഒടുവിൽ തന്നെ യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്നുള്ള തോന്നലാണ് ഇസ്രയേലിൽ ഉള്ളത്, കനത്ത് നിൽക്കുന്നത്. നാം അതിലേക്ക് അടുത്തിരിക്കുന്നു. അദ്ദേഹം തുടർന്ന് പറഞ്ഞു, ഒരു വൻ ശക്തി യുദ്ധം തുടങ്ങുകയാണെങ്കിൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് അതിന് പോവുകയില്ല. നയതന്ത്ര മാർഗങ്ങളൊക്കെ അവസാനിച്ചാലേ അതിലേക്ക് പോവുകയുള്ളൂ. ട്രംപിന് അത് സംബന്ധിച്ച തീരുമാനമുണ്ട്. പക്ഷെ പെൻറ്റഗൺ, അവിടുത്തെ പ്രതിരോധ കാര്യാലയം, അവർക്ക് ലക്ഷ്യം വ്യക്തമല്ല. ഒരു യുദ്ധത്തിന് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളൊരു ലക്ഷ്യം വേണ്ടേ? അത് പെൻറ്റഗണെ സംബന്ധിച്ച് വ്യക്തമല്ല. എന്നാൽ കരയിലും ആകാശത്തും തയ്യാറെടുപ്പുകൾ, ഇത് കര എന്ന് പറഞ്ഞാൽ തീരം എന്നാണ് ആക്സിയോസ് പറഞ്ഞിരിക്കുന്നത്, കോസ്റ്റാണല്ലോ. തയ്യാറെടുപ്പുകൾ നടന്നു കഴിഞ്ഞു. വരുന്ന ആഴ്ചകളിൽ യുദ്ധത്തിൻ്റെ സാധ്യത 90% ആണ്. എന്ന് പറഞ്ഞാൽ യുദ്ധത്തിലേക്ക് ലോകം അടുത്തിരിക്കുന്നു എന്നർത്ഥം. ട്രംപിന് ഈ ചർച്ചകളൊക്കെ മടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ കൊല്ലം ജൂണിൽ 12 ദിവസം യുദ്ധം നടന്നല്ലോ. അതിനേക്കാൾ കൂടുതൽ ദിവസം ഇത്തവണ നീണ്ടു നിൽക്കും. ഇസ്രയേലുമായി ചേർന്ന് തന്നെയായിരിക്കും യുദ്ധം. ഇസ്രയേലും പറയുന്നത് ദിവസങ്ങൾക്കകം ഇത് ഉണ്ടാകും എന്ന് തന്നെ. ഇറാൻ ഭരണകൂടത്തിനെ അട്ടിമറിക്കുന്നത് വരെ അത് തുടരും. ഇനി വെല്ലുവിളി നിറഞ്ഞ ദിവസങ്ങളാണ്. നെസറ്റ് ഉണ്ടല്ലോ, അവിടുത്തെ പാർലമെന്റ്, നെസറ്റിൻ്റെ ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റി ചെയർമാൻ ബോസ് ബിസ്മുത്ത് പറഞ്ഞതാണിത്. വെല്ലുവിളി നിറഞ്ഞ ദിവസങ്ങളാണ് നമുക്കുള്ളത് എന്ന് പറഞ്ഞാൽ എല്ലാം അടുത്തിരിക്കുന്നു. ബുധനാഴ്ച ടെഹ്റാനിലെ പരന്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് വലിയ സ്ഫോടന ശബ്ദവും പുകയും ഒക്കെ, അതായത് സ്ഫോടന ശബ്ദം കേട്ടു, അത് കഴിഞ്ഞ് തീ കണ്ടു, അത് കഴിഞ്ഞ് പുക ആ പ്രദേശം മൂടുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ നിരന്തര സ്ഫോടനങ്ങൾ തന്നെ ഈ വരാനിരിക്കുന്ന യുദ്ധത്തിൻ്റെ സൂചനയായിട്ടാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. പക്ഷെ ഇറാൻ ഇത് പുഴയോരത്തെ മുള കത്തിയതാന്ന് പറഞ്ഞിട്ടേ ഇത് നിസ്സാരവൽക്കരിച്ചിട്ടുണ്ട്. മുള കത്തിയതാന്ന് പറഞ്ഞിട്ട് ഉപഗ്രഹ ചിത്രങ്ങളിൽ ഇറാൻ ആണവ കേന്ദ്രങ്ങൾ ഫോർട്ടിഫൈ ചെയ്യുന്നതായിട്ട്, അതായത് കൂടുതൽ കോൺക്രീറ്റ് ചുറ്റും ചെയ്ത്, അതായത് ആകാശ ആക്രമണങ്ങൾ, വ്യോമാക്രമണങ്ങളിൽ നിന്ന് ഈ ആണവ കേന്ദ്രങ്ങളൊക്കെ സംരക്ഷിക്കാൻ കൂടുതൽ അതിൻ്റെ മുകളിലൊക്കെ കോൺക്രീറ്റ് ചെയ്തതിൻ്റെ മുകളിൽ മണലും ഒക്കെ ഇടുന്നതായിട്ട് ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണുന്നുണ്ട്. ഇറാൻ ആണവ കേന്ദ്രങ്ങൾ ഭദ്രമാക്കുന്നു, ശക്തമാക്കുന്നു എന്ന് കാണാം. 2-3 ആഴ്ചയായിട്ട് ഈ പണി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ന്യൂ ടെഗ്ലാൻ 2 കേന്ദ്രം, അവിടെയാണിത് കൂടുതലായിട്ട് കാണുന്നത്. അത് പാർച്ചിൻ
സൈനിക സമുച്ചയത്തിലാണ് ആണവ കേന്ദ്രം. ന്യൂ ടെഗ്ലാൻ, അതായത് ടെഗ്ലാൻ 2, പുതിയ ആണവ കേന്ദ്രം അവരുടെ. ടെഹ്റാന് തെക്ക് കിഴക്ക് 30 കിലോമീറ്റർ അകലെ ആണ് ആണവ കേന്ദ്രം. അവിടെയാണ് കോൺക്രീറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നത് കേന്ദ്രത്തിന് ചുറ്റും. എന്നിട്ട് അതിൻ്റെ മുകളിൽ മണ്ണ് നിറയ്ക്കുകയാണ്. പിന്നെ നദാൻസ് ആണവ കേന്ദ്രത്തിൻ്റെ 2 കിലോമീറ്റർ അപ്പുറത്തും ഇതുപോലെ കാണുന്നുണ്ട്. തുരങ്കങ്ങളുടെ ഈ പ്രവേശന കവാടങ്ങൾ അത് കോൺക്രീറ്റ് വെച്ച് ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇസ്ഫഹാനിലും ഇങ്ങനെ, ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിന്റെ പ്രവേശന കവാടത്തിലും ഈ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ഭദ്രമാക്കുന്നതായിട്ട് ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണുന്നുണ്ട്. ഈ അമേരിക്ക ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇറാനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ രാജ്യത്തെ ആക്രമിക്കുന്നതല്ലോ. നല്ല സുശക്തമായ സൈന്യം ഇറാനും ഉണ്ട്. മാത്രമല്ല അവരുടെ കയ്യിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെങ്കിൽ അവർ ആണവായുധം നിർമ്മിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അമേരിക്ക കയറി ആക്രമിക്കുമെന്ന് പറയുമ്പോൾ അത്ര നിസ്സാരമായിട്ടുള്ളൊരു എതിരാളി അല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ആ രാജ്യത്തിനുണ്ടാകുന്നുണ്ടല്ലോ. ആ തിരിച്ചറിവ് ഉള്ളത് കൊണ്ട് ആണ് നമ്മൾ ഈ യുദ്ധം ഏതാണ്ട് ആസന്നമാണെന്നുള്ളത് തന്നെ എത്ര ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നു. ഈ ചർച്ച ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, ഇപ്പോൾ 50 വിമാനങ്ങൾ ഗൾഫിലേക്ക് അല്ലേ എത്തിയിട്ടുണ്ട് പുതിയതായിട്ട്, യുദ്ധവിമാനങ്ങൾ. അതിൽ F-22 വളരെ പ്രധാനമാണ് ഈ ആക്രമണത്തെ സംബന്ധിച്ചിടത്തോളം. ശരിക്കും ആക്രമിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ധാരാളം വിമാനങ്ങൾ, ഇപ്പോൾ 1 ഡസൻ വിമാനങ്ങൾ സൗദിയിലെ താവളത്തിൽ വന്നു, ജോർദാനിലെ താവളങ്ങളിൽ ഇത്ര വിമാനങ്ങൾ വന്നു എന്ന് പറഞ്ഞിട്ട് പല സ്ഥലത്തു നിന്നും വിമാനങ്ങൾ പറന്നുയരുന്നതിൻ്റെ വിശദാംശങ്ങളൊക്കെ BBC പോലുള്ള മാധ്യമങ്ങളിലൊക്കെ കാണാം. അതായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ പല അമേരിക്കൻ താവളങ്ങളിൽ നിന്നും വിമാനങ്ങൾ പറന്നുയർന്ന് ഇറാന്റെ ചുറ്റും പല താവളങ്ങളിലൊക്കെ നിലയുറപ്പിച്ചതായിട്ട് നമുക്ക് കാണാം. താവളങ്ങളുടെ പേരുകളും ഒക്കെ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. ഇന്ന താവളത്തിൽ നിന്ന് അങ്ങനെ അത് പറന്നുയർന്നു, ഇത്ര 12 വിമാനങ്ങൾ സൗദിയിലെത്തി എന്ന് പറഞ്ഞിട്ട് താവളങ്ങളിലൊക്കെ ഈ യുദ്ധവിമാനങ്ങൾ വലിയ വ്യോമാക്രമണങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ വിമാനവാഹിനി രണ്ടാമത്തത് ഈ പുറമെ ഈ ആഴ്ച ഒടുവിൽ അല്ലേ ഒരു 24-25 തീയതിയോട് കൂടി എത്തിച്ചേരും എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ 4-5 ദിവസത്തിന്റെ ഒരു ഗ്യാപ്പേ ഉള്ളൂ. അതാണ് ഈ ദിവസങ്ങൾക്കകം യുദ്ധമുണ്ടാവും എന്ന് രാജ്യാന്തര മാധ്യമങ്ങളിൽ, നമുക്ക് വിശ്വസിക്കാവുന്ന മാധ്യമങ്ങളിലൊക്കെ കാണുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇറാൻ എളുപ്പം ആക്രമിച്ച് കീഴടക്കാവുന്ന സ്ഥലമല്ല. അവർക്ക് മിസൈൽ ശക്തി കാര്യമായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ മിസൈൽ ശക്തി കുറയ്ക്കണം എന്നുള്ളത് ചർച്ചയിൽ പ്രധാനപ്പെട്ട ഒരാവശ്യമായിട്ട് അമേരിക്ക വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ബിൽഡപ്പ് കാര്യമായിട്ട് നടന്നിട്ടുണ്ട്. എബ്രഹാം ലിങ്കൺ എന്ന് പറഞ്ഞ വിമാനവാഹിനി ഓൾറെഡി അവിടെ ഉണ്ട്. ജെറാൾഡ് ഫോർഡ് എന്ന് പറഞ്ഞ വിമാനവാഹിനിയാണ് ഇപ്പോൾ അടുത്ത ആഴ്ച പകുതിയാവുമ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ അതോടുകൂടി പിന്നെ 8 താവളങ്ങളിൽ ഗൾഫില് സേന റെഡിയാണ്. ഭടന്മാർ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്, പട്ടാളക്കാർ കൂടുതലായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇറാൻ എവിടെ നിന്ന് സഹായം കിട്ടാൻ ആണ് എന്നുള്ളതാണല്ലോ പിന്നത്തെ പ്രധാന പ്രശ്നം. അമേരിക്കയുടെ സഖ്യത്തിലുള്ളത്ര അറബ് രാജ്യങ്ങൾ ഇറാന്റെ കൂടെ കാരണം തുർക്കിയിൽ തന്നെ അമേരിക്കയ്ക്ക് താവളമുണ്ട്. തുർക്കി പോലുള്ളൊരു രാജ്യത്ത് പോലും. മാത്രമല്ല ഇതൊരു ഷിയ രാജ്യം ആണല്ലോ ഇറാൻ. അപ്പൊ സുന്നി രാജ്യങ്ങൾക്ക് ഇറാന് വലിയ ശല്യമായിട്ട് ആണ് തീർന്നിരിക്കുന്നത്. സൗദിക്ക് വലിയ ശല്യമാണ്, ഹൂത്തികളെ കൊണ്ടും സൗദിക്ക് ശല്യമാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ ഇറാൻ ഏതാണ്ടൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. സഹായിക്കേണ്ട രാജ്യങ്ങൾ ഒന്ന് റഷ്യ, പക്ഷെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പെട്ട് കിടക്കുകയല്ലേ. പിന്നെ ഒന്ന് ചൈന പക്ഷെ വളരെ ദൂരെയല്ലേ, ആ മേഖലയിലൊന്നുമല്ലല്ലോ ചൈന. ആയുധങ്ങൾ അത്യാവശ്യത്തിനൊക്കെ എത്തിക്കാൻ കഴിയുന്നല്ലാതെ പ്രത്യക്ഷമായിട്ട് ചൈനയ്ക്ക് ഈ യുദ്ധത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഏതാണ്ട് സേനാ വ്യൂഹം അമേരിക്കയുടേത് റെഡി ആയിട്ടുണ്ട്.
ഏതാണ്ട് അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോർമുസ് ഹോർമുസ് ഭാഗികമായി അടച്ചുകൊണ്ട് ഇറാൻ സൈനിക അഭ്യാസങ്ങൾ നടത്തി കഴിഞ്ഞു. പിന്നെ ഒരു ഭയം അമേരിക്കയ്ക്ക് ഉള്ളതായിട്ട് റിപ്പോർട്ടുകളിൽ കാണുന്നത് ഹോർമുസ് മൊത്തമായിട്ട് അടച്ചു കളയും ഇറാൻ എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ 20% എണ്ണ ഹോർമുസ് വഴിയാണ് പോകുന്നത്. അതിനൊരു തടസ്സമുണ്ടാകും എന്നുള്ളതാണ്. അതിനുള്ള കരുതലുകൾ അമേരിക്ക ഏതായാലും എടുത്തിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ വെനസ്വേല ആക്രമിച്ച് കീഴടക്കിയത് പോലും വേണമെങ്കിൽ അതിൻ്റെ മുൻകരുതലായിട്ട് കാണാം. കാരണം വെനസ്വേലയിൽ നിന്ന് എണ്ണ കിട്ടാനുള്ള സാധ്യത തുറക്കുകയല്ലേ. കാനഡയിൽ നിന്നോ ഒക്കെ യുദ്ധത്തിന് ധാരാളം എണ്ണ ആവശ്യമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.